ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്നും പരിശോധന തുടരും. നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്ന 8 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടക്കുകയെന്നാണ് നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും നേരിട്ട് മുഹമ്മദ് റഗീസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. റഗീസ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ പോലീസിന് ആത്മവിശ്വാസമുണ്ട് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയും? കാര്യം ഇത്രയും കൊല്ലങ്ങൾ കടന്നുപോയി. മോർണിംഗ് SKN. ഈ ധർമ്മസ്ഥലയിലെ പരിശോധന, അതായത് മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസമായി നമുക്ക് തോന്നുന്നത് ഇന്നാണ്. കാരണം 5 സ്പോട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞു. ഈ 5 സ്പോട്ടുകളും പുഴയുടെ കരയിലോ അല്ലെങ്കിൽ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ വെള്ളം കാണുന്ന പ്രദേശമോ നേരത്തെ വലിയ തോതിൽ പ്രളയമുണ്ടായ സ്ഥലമോ ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇന്നിനി ബാക്കിയുള്ള 8 സ്പോട്ടുകളുടെ പരിശോധനയിൽ മിക്കവാറും ഒരു 4 സ്പോട്ടുകളുടെ പരിശോധനയെങ്കിലും ഇന്ന് കഴിയും. അപ്പോൾ ആ പരിശോധനയിൽ കാര്യമായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് SITക്കുള്ളത്. പ്രധാനമായിട്ടും ഇത് റോഡിനോട് ചേർന്ന പ്രദേശത്താണ്. മണ്ണുമാന്തി യന്ത്രം അടക്കം എത്തിച്ചുകൊണ്ട് പരിശോധന നടത്താൻ കഴിയുന്ന സ്ഥലമാണ്. നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്നുള്ള 13 സ്പോട്ടുകളിൽ ഏതാണ്ട് എല്ലാം തന്നെ ഇന്ന് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൂടി ഈ SIT സംഘത്തിനുണ്ട്. ഇന്നലെ വൈകിട്ട് DGP പ്രണബ് മോഹന്തി തന്നെ നേരിട്ട് ഈ സ്പോട്ടിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് അന്വേഷണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോഴും അവർ ഒരു തരത്തിലും ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഇതുവരെ തള്ളാനോ അല്ലെങ്കിൽ അത് നിസ്സാരമാക്കി കാണാനോ അവർ തയ്യാറായിട്ടില്ല. ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഈ പരിശോധന തുടരുന്നത്, അതുപോലെ തന്നെ ഈ മുഴുവൻ സ്പോട്ടുകളിലും പരിശോധന നടത്തുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ആദ്യഘട്ടം മുതൽ നൽകിയിരിക്കുന്നത്. അത് വ്യക്തമായി തന്നെ പാലിച്ചു വരികയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇന്ന് ബാക്കി നടത്തുന്ന 4 സ്പോട്ടുകൾ, ഇതിലാണ് ശുചീകരണ തൊഴിലാളി ഏറ്റവും കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടതായി പറയപ്പെടുന്നത്. പല സ്പോട്ടുകളിലും 6ഓ അതിലധികമോ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്നു. ഇതിൽ 8ഉം 9ഉം സ്പോട്ടുകളൊക്കെ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു പലതവണ. കൈ അകലത്തിലുള്ള, റോഡിൽ നിന്നും കൈ അകലത്തിൽ മാത്രം ദൂരമുള്ള സ്പോട്ടുകളാണ്. അതൊക്കെ കുഴിക്കുമ്പോൾ നേരിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിശോധനയാവും പ്രധാനമായും ഇന്നത്തെ ദിവസം നടക്കുക. മഴ മാറി നിന്നാൽ തന്നെ കൂടുതൽ വേഗത്തിൽ പരിശോധന നടത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു നിർണായക ദിവസമായിട്ടാണ് ഇന്നത്തെ തെരച്ചിലിനെ തോന്നുന്നത്. കൂടുതലായി എന്തെങ്കിലും കണ്ടെത്താൻ അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ മൊഴിയിൽ എന്തെങ്കിലും കാമ്പുണ്ടോ എന്ന് കണ്ടെത്താനൊക്കെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസമാകും. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു SIT ഓഫീസ് ബെൽത്തങ്ങാടിയോട് ചേർന്ന് നേരത്തെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അവിടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുവഴി കൂടുതൽ പരാതികൾ ഇന്നു മുതൽ സ്വീകരിക്കുമെന്ന് നേരത്തെ അന്വേഷണ സംഘം നമ്മളോട് അറിയിച്ചിരുന്നു. ഈ നേരത്തെ ഉണ്ടായിരുന്ന അനന്യ ഭട്ടിൻ്റെ തിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിഭാഷകർ ഇവരൊക്കെയും ചില പ്രസ് റിലീസുകളൊക്കെ ഇറക്കി ചിലതൊക്കെ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. അത് മുഴുവൻ SIT തള്ളുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് കണ്ടെത്തുന്നതിന് എന്തായാലും ഈ കേസുമായി ബന്ധമുണ്ടെങ്കിൽ തങ്ങളത് നോട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യുമെന്നവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇന്നത്തെ പരിശോധനയാകും ഏറ്റവും നിർണായകമെന്നാണ് തോന്നുന്നത്. SKN. ഓക്കെ, താങ്ക് യു. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നിന്ന് റഗീസ് തത്സമയം ചേരുകയായിരുന്നു. നമ്മുടെ വാർത്താ സംഘം അവിടെ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.